പശ്ചിമേഷ്യയിൽ സംഘർഷം വീണ്ടും തുടരുമ്പോൾ തങ്ങളുടെ മിസൈൽ താവളങ്ങളിലാണ് ഇപ്പോൾ ഇറാന്റെ ശ്രദ്ധ മുഴുവനും. അമേരിക്കൻ ഇസ്രയേൽ വ്യോമാക്രമണങ്ങളിൽ തകർന്ന ഭൂഗർഭ മിസൈൽ താവളങ്ങളിൽ ഭൂരിഭാഗവും പുനഃസ്ഥാപിച്ചിരിക്കുകയാണ് ഇറാൻ. ആക്രമണത്തിൽ തകർന്ന 69 തുരങ്ക കവാടങ്ങളിൽ 50 എണ്ണവും ഇറാൻ ഇതിനകം തന്നെ ഗതാഗത യോഗ്യമാക്കി മാറ്റിയതായാണ് റിപ്പോർട്ട്. അന്താരാഷ്ട്ര മാധ്യമമായ CNN ഇക്കാര്യം വ്യക്തമാക്കുന്ന സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുമുണ്ട്. രാജ്യത്തെ 18 ഭൂഗർഭ മിസൈൽ താവളങ്ങളിലായി തകർന്നു കിടന്ന 50 കവാടങ്ങളാണ് ഇറാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ ശരിയാക്കിയെടുത്തത്. ബുൾഡോസറുകളും ലോഡറുകളും ഡംപ് ട്രക്കുകളും ഉപയോഗിച്ച് അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിന്റെയും തകർന്ന പാതകൾ പുനർനിർമ്മിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ ഉപഗ്രഹ ചിത്രങ്ങളിൽ വ്യക്തവുമാണ്. അത്യാധുനിക ബോംബുകൾ ഉപയോഗിച്ച് മിസൈൽ കവാടങ്ങൾ തകർക്കാൻ എളുപ്പമാണെങ്കിലും പാറക്കെട്ടുകൾക്ക് താഴെ ആഴത്തിലൊളിച്ചിരിക്കുന്ന മിസൈൽ ശേഖരത്തെ പൂർണ്ണമായി നശിപ്പിക്കുക അസാധ്യമാണെന്ന യാഥാർത്ഥ്യമാണ് ഈ വേഗത്തിലുള്ള പുനരുദ്ധാരണം തെളിയിക്കുന്നതെന്ന് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. യുദ്ധകാലത്ത് ഇറാന്റെ മിസൈൽ വിക്ഷേപണ ശേഷി തടയുന്നതിനായി തുരങ്ക കവാടങ്ങളും റോഡുകളിലുമായിരുന്നു അമേരിക്കയും ഇസ്രയേലും പ്രധാനമായും ലക്ഷ്യമിട്ടത്. എന്നാൽ ഇറാന്റെ മിസൈലുകളിൽ ഭൂരിഭാഗവും ഭൂമിക്കടിയിൽ സുരക്ഷിതമായി സൂക്ഷിച്ചിരുന്നതിനാൽ അവ കേടുപാടുകൾ കൂടാതെ അതിജീവിക്കുകയായിരുന്നു. വിക്ഷേപണ ജീവനക്കാരും ലോഞ്ചറുകളും ഉള്ളിടത്തോളം കാലം ഇറാന് മിസൈൽ ആക്രമണം തുടരാനാകുമെന്ന് ജെയിംസ് മാർട്ടിൻ സെന്റർ ഫോർ നോൺ പ്രോലിഫറേഷൻ സ്റ്റഡീസിലെ ഗവേഷകരും പറയുന്നു. ഭൂഗർഭ താവളങ്ങളിലായി 5000-ഓളം മിസൈലുകൾ ഇനിയും ഇറാന്റെ പക്കലുണ്ടാകാമെന്നാണ് വിദഗ്ധരുടെ കണക്കുകൂട്ടലും. ഏപ്രിൽ 8-ന് താൽക്കാലികമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ തകർന്ന മിസൈൽ ലോഞ്ചറുകൾ പുനഃസ്ഥാപിക്കാൻ ഇറാന് കഠിനമായി പ്രയത്നിക്കേണ്ടി വരുമെന്ന് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് പ്രസ്താവിച്ചിരുന്നു. എന്നാൽ ഇസ്ഫഹാൻ, ഖമൈൻ തുടങ്ങിയ മേഖലകളിലെ മിസൈൽ കേന്ദ്രങ്ങളിൽ 10-ലധികം നിർമ്മാണ വാഹനങ്ങൾ ഒരേ സമയം ഉപയോഗിച്ച് അതിവേഗത്തിലാണ് ഇറാൻ കേടുപാടുകൾ തീർക്കുന്നത്. 4-ാം മാസത്തിലേക്ക് കടന്ന യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് അമേരിക്കയും ഇറാനും തമ്മിൽ ഇതുവരെയും കരാറിലെത്തിയിട്ടില്ല. കരാറിൽ ഏർപ്പെടാൻ തനിക്ക് യാതൊരു ധൃതിയുമില്ല എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ശനിയാഴ്ച വ്യക്തമാക്കിയതും. അതേസമയം ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ രാജിവെക്കാൻ സന്നദ്ധത അറിയിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പരമോന്നത നേതാവിന്റെ ഓഫീസിന് അദ്ദേഹം രാജിക്കത്ത് കൈമാറിയതായാണ് ഇറാൻ ഇന്റർനാഷണലിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ ഇറാൻ പ്രസിഡന്റിന്റെ ഓഫീസ് ഇത്തരം റിപ്പോർട്ടുകൾ നിഷേധിച്ചു. ഇത് അടിസ്ഥാനരഹിതവും അസംബന്ധം നിറഞ്ഞതുമായ വാർത്തകളാണെന്നും വിദേശ മാധ്യമങ്ങൾ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്നും പ്രസിഡന്റിന്റെ ഓഫീസ് പ്രസ്താവനയിൽ കൂടി വ്യക്തമാക്കി. സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് തന്റെ സർക്കാരിനെ ഒഴിവാക്കുന്നതും തീവ്ര നിലപാടുള്ള വിഭാഗത്തിന് ഭരണത്തിൽ അമിതമായ സ്വാധീനം കിട്ടുന്നതുമാണ് പ്രസിഡന്റിനെ രാജിക്ക് പ്രേരിപ്പിച്ചതെന്നായിരുന്നു റിപ്പോർട്ടിൽ പറഞ്ഞത്. പ്രസിഡന്റിനെ ഒഴിവാക്കി ഭരണപരമായ പല തീരുമാനങ്ങളും കൈക്കൊള്ളുന്നതിൽ അദ്ദേഹം കടുത്ത നീരസം പ്രകടിപ്പിച്ചതായാണ് വിവരവും. രാജ്യത്തിന്റെ ഭരണകാര്യങ്ങളിൽ സായുധ സേനയായ IRGC ഉൾപ്പെടെ അമിതമായി ഇടപെടുന്നതും അദ്ദേഹം എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. ഇത്തരം ഇടപെടലുകൾ കാരണം ഭരണപരമായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ കഴിയുന്നില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ സാഹചര്യങ്ങളെല്ലാം വിശദീകരിച്ചാണ് പ്രസിഡന്റ് രാജിക്കത്ത് നൽകിയതെന്നും എത്രയും വേഗം സ്ഥാനമൊഴിയാൻ അനുമതി നൽകണമെന്നുമാണ് കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം പ്രസിഡന്റ് രാജിക്കൊരുങ്ങുകയാണെന്ന വാർത്തകൾ അദ്ദേഹത്തിന്റെ ഓഫീസ് നിഷേധിച്ചു. വിദേശ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന ഇത്തരം വാർത്തകൾ യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്ത വെറും അഭിലാഷങ്ങൾ മാത്രമാണെന്നും പെസഷ്കിയാൻ പ്രസിഡന്റിന്റെ ഓഫീസിൽ തന്നെ തുടരുമെന്നും അദ്ദേഹത്തിന്റെ ഓഫീസ് വ്യക്തമാക്കി. ഇറാൻ ഇന്റർനാഷണൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് വാസ്തവവിരുദ്ധമാണെന്ന് പ്രസിഡന്റ് ഓഫീസ് കമ്മ്യൂണിക്കേഷൻ വിഭാഗം മേധാവിയും അറിയിച്ചു. വിദേശ മാധ്യമം തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. വിദേശ ശൃംഖലകളുടെ കിംവദന്തികൾ പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങളുടെ ഗെയിമാണിത്. യാഥാർത്ഥ്യത്തിന് പകരം അവരുടെ ആഗ്രഹങ്ങളാണ് അവർ പ്രസിദ്ധീകരിക്കുന്നത്. പ്രസിഡന്റ് പെസഷ്കിയാൻ അദ്ദേഹത്തിന്റെ ചുമതലകളിൽ തുടരും. ജനങ്ങളെ സേവിക്കുന്നതിൽ അദ്ദേഹം പിന്നോട്ടു പോകില്ല എന്നും കമ്മ്യൂണിക്കേഷൻ വിഭാഗം മേധാവി വ്യക്തമാക്കി. ഇറാന്റെ നേതൃത്വത്തിൽ ഭിന്നത രൂക്ഷമാണെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഗൾഫ് രാജ്യങ്ങളോട് മാപ്പ് അപേക്ഷിച്ചത് IRGC അടക്കം ചൊടിപ്പിച്ചു എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നതാണ്. ഇതോടെയാണ് പ്രസിഡന്റ് പിന്നീട് ക്ഷമാപണം ഒഴിവാക്കിയതെന്നും പറഞ്ഞിരുന്നു. തീവ്ര നിലപാട് സ്വീകരിക്കുന്നവരും പ്രായോഗികവാദികളും തമ്മിലുള്ള ഭിന്നത മറനീക്കി പുറത്തു വരുന്നതായാണ് ചില മാധ്യമങ്ങൾ ഇതിന് റിപ്പോർട്ട് ചെയ്തതും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.